ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ കുറുകിയ ചാറോടുകൂടിയുള്ള ബീഫ് കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ബീഫ് കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളിയും സവാളയും തേങ്ങ ഒന്ന് അരിഞ്ഞു വെച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില എന്നിവയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് നല്ല രീതിയിലൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്ന് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ നിറമാവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, സവാളയും നമ്മുടെ ചുമന്നുള്ളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ചുമന്നുള്ളിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളിയും സവാളയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് നല്ലതായിട്ട് വഴണ്ട് വരാനൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊരു ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി നല്ല രീതിയിൽ ബ്രൗൺ നിറമായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ്. അത് 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നു. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. നേരത്തെ നമ്മൾ ഉള്ളിക്കകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ആവശ്യാനുസരണം മാത്രം ഉപ്പിട്ട് കൊടുക്കുക. അത് കൈകൊണ്ട് തന്നെ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അത് റെഡിയാക്കി വന്നപ്പോഴത്തേനും നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് പരുവായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഈ തവിക്ക് കട്ടിയില്ലാത്തതുകൊണ്ട് തവി മാറ്റിയിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമുക്കിനി ഇതിൻ്റെ അടപ്പെടുത്ത് അടച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. കുക്കർ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 വിസിലടിക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓരോ കുക്കറിനും വേവ് പലതരത്തിലായിരിക്കും. അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. ഇതിപ്പോൾ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു തവി ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ബീഫ് കറി നല്ല രീതിയിലൊന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം.
അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വളരെ കുറുകിയ ചാറോട് കൂടിയ നമ്മുടെ ബീഫ് കറി ഇവിടെ തയ്യാറായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേയും ബൈ. താങ്ക് യു.